ത്രിൽഡാണ്. നമുക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങളും മാർഗനിർദ്ദേശം നൽകുന്ന എഴുത്തുകാരനും വിവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും എല്ലാമായ ആർസു സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമതാനി അവരുകളെ ക്ഷണിക്കുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി ശ്രീ സി രാജേന്ദ്രൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. നമ്മെ എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിത്യജീവനുള്ള പ്രതിഭയുടെ ഉടമയായ എം.ടിയെക്കുറിച്ച് മലയാളത്തിലെ വളരെ പ്രശസ്തയായ കഥാകൃത്തും എഴുത്തുകാരിയും എല്ലാമായിട്ടുള്ള കെ.പി. സുധീര എഴുതിയ എം.ടി ഏകാകിതയുടെ വിസ്മയം എന്ന അമൂല്യമായിട്ടുള്ള ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം നിർവഹിക്കപ്പെടുന്ന ഈ ചടങ്ങിൽ ആധ്യക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം വളരെ ആദരണീയനായ ഭാഷാ സമന്വയ വേദിയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യ സുഹൃത്ത് ഡോക്ടർ ആർസു, ബഹുമാന്യരായ വേദിയിലുള്ള എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ കവിശ്രേഷ്ഠനായ പി ശ്രീധരനുണ്ണി, ഡോക്ടർ പി.കെ. രാധാമണി, കെ.ജി. രഘുനാഥ്, അമർനാഥ് എളിയവൻ മത്സരിക്കുന്ന പൊന്നാനി ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഹൃദയസ്ഥാനമായ പ്രദേശങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ. കുറേ ദിവസങ്ങളിലൊക്കെ ഞാനവിടെ ആവർത്തിച്ചു പോയി. എം.ടിയുടെ തറവാട്, എം.ടി പിന്നീട് നിർമ്മിച്ച കൊച്ചു ഭവനം, നീളാതീരത്തെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പിൽക്കാലത്തെയും ഓർമ്മകളുടെ ശേഖരം കുടികൊള്ളുന്ന ഭൂമിക, എഴുത്തുകാരൻ്റെ മണ്ണ്. എഴുത്തുകാരൻ്റെ മണ്ണ് വളരെ പ്രധാനമാണ്. മണ്ണിൻ്റെ എഴുത്തുകാരനാവുക എന്നത് വളരെ പ്രധാനമാണ്. ചില എഴുത്തുകാർ അവർ ജനിച്ച് വളർന്ന ഭൂപ്രദേശങ്ങളുമായി വളരെ അഭേദ്യമായിട്ടുള്ള നാഭീനാള ബന്ധം പുലർത്തി പോകുന്നവരാണ്. അതായത് എഴുത്തുകാരിൽ ചിലർ കൂടുതലാണ് അവരുടെ ഈ ഒരു ഭാവത്തിൻ്റെ കാര്യത്തിൽ. എം.ടിയെ കൂടല്ലൂരിൽ നിന്ന് അടർത്തിയെടുക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തെ നിന്ന് കൂടല്ലൂരിനെയും അടർത്തിയെടുക്കാൻ സാധിക്കില്ല. സംഗതി വശാൽ അദ്ദേഹം കോഴിക്കോട്ടേക്ക് താമസം മാറ്റി. പക്ഷെ എല്ലാവരും സമ്മതിക്കും, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം പ്രചോദനം, ചോദനകൾ അത് നീളാതീരത്തെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തോട് തന്നെ ബന്ധപ്പെട്ടതാണ്. എനിക്ക് വലിയ അത്ഭുതമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ ഇപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആനക്കരയിൽ വലിയൊരു സൗഹൃദ സദസ്സിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്തു. എല്ലാവരും എം.ടിയുടെ നാട്ടുകാരാണ്. എം.ടി അറിയുന്നതിലൂടെ നാം നമ്മെ തന്നെയാണ് അറിയുന്നത്. ഞാനിങ്ങനെ എം.ടിയെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ എന്നെ പറ്റിയാണ് ആലോചിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലം, എം.ടിയെ വായിച്ച കാലം. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ
എം ടിയെ പരിചയപ്പെട്ട കാലം, പിന്നെ എം ടിയോടൊപ്പം എത്രയോ വേദികൾ പങ്കിടാൻ ഭാഗ്യമുണ്ടായ, എൻ്റെ വാർഷിക പ്രഭാഷണത്തിലൊക്കെ മുഖ്യാതിഥിയായിട്ട് എം ടി വന്നതൊക്കെ ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ്. എം ടി എളിയവനെ കുറിച്ച് പറഞ്ഞ വലിയ വാക്കുകളൊക്കെ വലിയ സൗഭാഗ്യമായിട്ടാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരങ്ങളായിട്ടാണ്. എൻ്റെ എളിയ സംസാരത്തെക്കുറിച്ചൊക്കെ വലിയ വാക്ക് എം ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിലേക്കൊക്കെ അപ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ എം ടിയെ വായിക്കുകയും എം ടി അറിയുകയും ചെയ്യുമ്പോൾ എൻ്റെ ഗ്രാമത്തെയാണ് അറിയുന്നത്. കൂടല്ലൂരിനെ മാത്രമല്ല, കൂടല്ലൂർ എൻ്റെ ഗ്രാമം തന്നെയാണ്. എന്നെ ഞാനാക്കിയ ഗ്രാമമാണ്. നമ്മുടെയൊക്കെ വേരുകൾ ഗ്രാമത്തിൽ ചെന്നെത്തുന്നു. അവിടെ തന്നെയാണ്. ഞാൻ ഭാരതപ്പുഴയുടെ വക്കത്ത് അടുത്ത ഒരുപാട് പാർക്ക് അവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ചെകുത്താൻകുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്താണ്. എൻ്റെ പരിസരത്താണ് എൻ്റെ ഈ ഗ്രാമം. അപ്പം ഞാൻ എന്നെ തന്നെ അറിയും. പിന്നെ എം ടിയിലൂടെ പല കാലഘട്ടങ്ങൾ അറിയുന്നു. ഇന്ത്യയെ വായിക്കുന്നു. എം ടിയുടെ നോവലുകളിൽ ഒരു ഇന്ത്യയുടെ ഒരു ഭൂപടം. ഇവിടെ ഇരുന്നിട്ടൊരാൾ മഞ്ഞ് എഴുതുമ്പോൾ മഞ്ഞിന്റെ പശ്ചാത്തലം ഉത്തരേന്ത്യയാണ്. കേരളത്തിൽ ഇരുന്നിട്ടാണ് അത് എഴുതുന്നത്. മലർന്ന് കിടന്നിട്ട് ഹിന്ദി സിനിമാ പാട്ട് ആസ്വദിക്കുന്ന കഥാപാത്രം എം ടിയുടെ കഥകളുണ്ട്. അതൊക്കെ എം ടിയുടെ കഥകളിൽ മാത്രമേ കാണാൻ കഴിയൂ. അന്ന് ഇന്നും അതൊരു അത്ഭുതമാണ്. അതിലൂടെ നാം നമ്മെ അറിയും. പിന്നെ എം ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ എളിയ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ സ്വത്വമാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്വമാണ്. എഴുത്തുകാരൻ്റെ സ്വത്വം, എഴുത്തുകാരൻ്റെ സെൽഫ്. നിരവധി കഥകൾ, ലേഖനങ്ങൾ, സാഹിത്യത്തെ പുരസ്കരിച്ചുള്ള ഒട്ടേറെ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന രചനാ പ്രപഞ്ചമാണ് സുധീരയുടേത്. പക്ഷേ എനിക്ക് തോന്നുന്നു സുധീരയുടെ ഏറ്റവും അമൂല്യമായ, എന്നെന്നും അവിസ്മരണീയമായിരിക്കുന്നു, പിൽക്കാല തലമുറകളും തേടിയെത്തുന്ന പുസ്തകം ഈ എം ടി ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എം ടിയെ കുറിച്ച് വേറെ പുസ്തകങ്ങളില്ലാത്തത് കൊണ്ടോ എം ടിയെ കുറിച്ച് തരാൻ എഴുതാത്തത് കൊണ്ടോ ഒന്നുമല്ല. എം ടിയെ കുറിച്ച് വേറെ ഒരു മാനത്തിൽ എം ടിയുടെ തന്നെ സാമീപ്യ സമ്പർക്കം അനുഭവിച്ചുകൊണ്ട് അതിലൂടെയുള്ള ഒരു രചന. എം ടി എന്ന എഴുത്തുകാരനെ മാത്രമല്ല, മനുഷ്യനെ, രചയിതാവിനെ, ജീവിതത്തെ അടുത്തു നിന്ന് നോക്കിക്കണ്ടുകൊണ്ട് സമീപസ്ഥമായി എഴുതപ്പെട്ട പുസ്തകമാണിത്. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. എം ടി തന്നെ ആ പുസ്തകത്തിന് സാക്ഷിയാണ്. ഈ പുസ്തകത്തിന്റെ പ്രമേയമായിരിക്കുന്ന എം ടി പുസ്തകത്തിന് സാക്ഷിയാണ്. ആ രചനക്കും സാക്ഷിയാണ്. അത് ഈ പുസ്തകത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. എം ടിയുടെ അടുത്ത് ഇരിക്കുന്നതും എം ടിയുടെ സാമീപ്യമൊക്കെ ഒരു സൗഭാഗ്യമാണ്. ഞാൻ ഈ മനുഷ്യന്റെ അടുത്തിരുന്നിട്ട് എത്രയോ മണിക്കൂറുകൾ ചെലവഴിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അകത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ലൈബ്രറിയുടെ അകത്തിരുത്തിയിട്ടുണ്ട്. വലിയ പരിഗണന എം ടിയുടെ സ്നേഹപ്രപഞ്ചത്തിൽ ലഭിച്ച ഒരുപാട് പേരിൽ ഒരാളാണ് ഈ എളിയവൻ. പക്ഷെ ഒരിക്കൽ പോലും ഒരാൾ ദുഷിച്ച് പറയുന്നത്, ഒരാളെ കുറിച്ച് അപവാദം പറയുന്നത്, ഒരാളെ കുറ്റം പറയുന്നത്, സാഹിത്യത്തിലെ ഗ്രൂപ്പുകളും സംഗതികളൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ എഴുത്തുകാരിലോ മറ്റു ഏത് രംഗത്തും ഉണ്ടാവുന്നത്, രാഷ്ട്രീയത്തിലോ മറ്റെല്ലാ മേഖലയിലും ഉണ്ടാവും. എല്ലായിടത്തും കാണും അങ്ങനെയുള്ള ചില കുശുമ്പുകൾ, പരസ്പരമുള്ള ചില സംഗതികൾ. പക്ഷെ എപ്പോഴെങ്കിലും ഒരു വാക്ക് ഇല്ല. എം ടി സ്നേഹിക്കുന്ന മനുഷ്യരെ പറ്റിയും സംശയമില്ലാത്ത വ്യക്തിത്വമാണ് എം ടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കേട്ടാൽ അത് അവരോട് ചോദിക്കും. എം ടിയുടെ ആ മൗനത്തെ സ്നേഹത്തിന്റെ മഹാമൗനമായിട്ടേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആദരമാണ്, ആദരാതിരേകമാണ്. ഹിമാലയത്തെ നോക്കിക്കാണുന്ന കൊച്ചുകുട്ടിയുടെ വിസ്മയത്തോടെയാണ്. ഈ പ്രതിഭയെ മാത്രമല്ല, ആ പ്രതിഭയുടെ ഉടമായ മനുഷ്യനെയും ആ വ്യക്തിയെയും, എം ടി എന്ന വ്യക്തി, എം ടി എന്ന വ്യക്തിയുടെ സത്ത, എം ടി എന്ന വ്യക്തി സത്ത, എം ടിയുടെ ആന്തരിക ദീപ്തി
ആന്തരിക സ്വച്ഛത. വലിയ സന്യാസിമാരിലൊക്കെ കാണാൻ കഴിയുന്ന മുക്തി, ഇതൊക്കെ ഞാൻ എം ടിയിൽ കണ്ടിട്ടുണ്ട്. അതാണ് എം ടിയെ വലുതാക്കുന്നത്. വരാമെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് ചോദിച്ചത് പൊന്നാനി മത്സരിക്കുന്നില്ലെന്നാണ്. അദ്ദേഹത്തിന്റെ നാട് ആനക്കര പോയതൊക്കെ പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഈ പുസ്തക പ്രകാശനത്തിന്റെ കാര്യം പങ്കുവെച്ചത് ഈ മഹനീയ സദസ്സിനെ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ അനുമതിയോടെ ഞാൻ ഇവിടെ ചോദിച്ചു.